ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗീതു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഗീതു. യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. എൻ്റെ അച്ഛന് ഒരു കമ്പനിയിലാണ് ജോലി. ഞങ്ങൾ 2 മക്കൾ. ചേട്ടനുണ്ട്. അമ്മ വീട്ടമ്മയാണ്. വളരെ സ്വസ്ഥമായി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ കുറച്ച് സൈലൻ്റാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, മരം കയറിയാണെന്നാണ് അമ്മ പറയുക. ആരോടും കയറി പെട്ടെന്ന് കൂട്ടാകും. ഒരു ചമ്മലോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. അത് എങ്ങനെ വന്നുവെന്ന് എനിക്കും അറിയില്ല. എന്തായാലും എനിക്ക് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളായിരുന്നു കൂടുതൽ കൂട്ടുകാർ. ഇങ്ങനെ നടക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒന്നും ഇഷ്ടമില്ലായിരുന്നു. ബന്ധുക്കളൊക്കെ എന്നെ ഓരോന്ന് പറയുമായിരുന്നു. എങ്കിലും ഞാനതൊന്നും കേട്ടില്ല. ഇളയ മകളായതുകൊണ്ട് അവർ എന്നെ കൂടുതൽ ലാളിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളോട് ഭയങ്കര താല്പര്യം. മാഡം, എനിക്ക് അവരോടെല്ലാം പ്രേമമാണ്. ഞാൻ മനസ്സിരുത്തി അന്നേ ചിന്തിച്ചു, ഇങ്ങനെ ഒത്തിരി പേരോട് ഒരേപോലെ പ്രേമം തോന്നുന്നത് ശരിയായ കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സൗന്ദര്യമുള്ള ആണുങ്ങളെ മറ്റേതെങ്കിലും പെണ്ണുങ്ങൾ വളയ്ക്കുന്നതോ അവരുടെ കൂടെ മറ്റു പെണ്ണുങ്ങൾ കറങ്ങി നടക്കുന്നതോ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത മാനസികമായ നൊമ്പരമാണ്. എന്തുകൊണ്ട് അവരെന്നെ പ്രേമിക്കുന്നില്ല? ആ പെൺകുട്ടികളെ കൊണ്ടാണോ ഇവന്മാർക്ക് ഇറങ്ങി നടക്കേണ്ടത്? എന്നെയും കൊണ്ടല്ലേ എന്നൊക്കെ എനിക്കും തോന്നും. മാഡം, കാട് കയറുന്ന ചിന്തകൾ എനിക്ക് പലപ്പോഴും പഠിത്തത്തിൽ പ്രശ്നങ്ങൾ സമ്മാനിച്ചു. ഞാൻ പഠിക്കാനൊക്കെ മിടുക്കിയാണ്. എങ്കിലും ഈ ചിന്തകളായിരുന്നു കൂടുതൽ. സൗന്ദര്യമുള്ള എൻ്റെ അധ്യാപകനെ കണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലെ ചിന്തകൾ വേലിയേറ്റം നടത്തും. ഇത് +2 പഠിക്കുമ്പോൾ ഒത്തിരി കൂടുതലായിരുന്നു. പലരെയും ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഒരേ സമയം ഇങ്ങോട്ട് വരുന്ന സൗന്ദര്യമുള്ള ആൾക്കാരെയെല്ലാം ഞാൻ പ്രേമമാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിർത്തും. അല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ നടന്നു പോയെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഒന്നിനും ഞാൻ തുനിഞ്ഞില്ല. കാരണം പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടം പോലെ നടക്കാമല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഡിഗ്രിയൊക്കെ ആയപ്പോഴാണ് പ്രേമിക്കുന്ന ആൺകുട്ടികളുടെ കൂടെ കറങ്ങാനൊക്കെ ഞാൻ പോയത്. ആ കോളേജിൽ തന്നെ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള പലരുമായിട്ടും എനിക്ക് പ്രേമബന്ധമാണെന്നുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവർ വന്ന് പറയുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിലുള്ള ആണുങ്ങളല്ലേ, അവരൊക്കെ എൻ്റെ സ്വന്തമായിരിക്കണം എന്ന് വിചാരിച്ച് എല്ലാവരോടും ഞാൻ ഓക്കെ പറഞ്ഞു. ഒരാളോട് ഞാൻ പ്രേമമാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണെന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കും. ഒത്തിരി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ പ്രേമിക്കുന്ന ആൾ അത് സംശയിക്കുമില്ല. ഇങ്ങനെ പലപ്പോഴും 6ഉം 7ഉം പേരുമായിട്ട് എനിക്ക് പ്രേമമുണ്ട്. കറങ്ങി നടക്കാനും കാമുകന്മാരിൽ നിന്ന് ധാരാളം സമ്മാനങ്ങളും പണവും ഒക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൺഫിഡൻസ് കൂടി. അങ്ങനെയാണ് അവരുടെ കൂടെ 1 ഡേ ട്രിപ്പിനൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് പോയി തുടങ്ങിയത്. 3rd ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, എങ്കിലേ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. അവിടെ നിന്നാണ് എൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്. കോട്ടയത്ത് നിന്നും ബാംഗ്ലൂര്, പിന്നെ ചെന്നൈ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കറങ്ങി നടന്നു. അതെല്ലാം എൻ്റെ കാമുകന്മാർ സ്പോൺസർ ചെയ്യുകയായിരുന്നു. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഒരേ ആഴ്ച തന്നെ എൻ്റെ യാത്രകൾ കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡിഗ്രി 3rd ഇയറിൽ തന്നെ എനിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു. അപ്പോൾ എനിക്കറിയില്ല അതെങ്ങനെ തിരുത്തണമെന്ന്. കാമുകന്മാരോട് പലരോടും ഞാൻ പറഞ്ഞു, നിങ്ങളാണ് ഇതിന് ഉത്തരവാദിയെന്ന്. പക്ഷേ ആരും അത് സോൾവ് ചെയ്യാൻ എൻ്റെ കൂടെ വന്നില്ല. പലരും പേടിച്ച് എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഡോക്ടറെ അറിയാം, നമുക്ക് ഡോക്ടറെ പോയി കണ്ട് എല്ലാം ഒഴിവാക്കാമെന്ന്. ആ ഡോക്ടർ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഒരു ദിവസം ഫിക്സ് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ കൂട്ടുകാരി എൻ്റെ വീട്ടുകാരുൾപ്പെടെ പലരോടും ഇത് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലും എല്ലായിടത്തും ഇത് വാർത്തയായി. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വന്നു. എന്നെ കൈയോടെ പിടികൂടി. പിന്നെ അവരുടെ നേതൃത്വത്തിലാണ് എല്ലാം ഒഴിവാക്കി വിട്ടത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അതിനു മുമ്പ് തന്നെ നാടാകെ പരന്നു. എനിക്ക് ഭയങ്കര പേരുദോഷവുമായി. കാമുകന്മാർ ഒത്തിരി ഉണ്ടെന്നും ഞാൻ കറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഫ്ലാഷായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലെ ഏറ്റവും വലിയ കുറ്റക്കാരിയും പ്രശ്നക്കാരിയും ഞാനായി. എന്നെക്കുറിച്ചായിരുന്നു ചർച്ചകൾ മുഴുവനും. അവസാനം 3rd ഇയറിൻ്റെ പരീക്ഷ എഴുതാൻ പോകാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ.
PGക്ക് ഞാൻ വേറൊരു കോളേജിലാണ് ചേർന്നത്, അതും വീടിനടുത്തുള്ള സിറ്റിയിൽ. എന്നെ ഇനി പുറത്തേക്ക് വിടില്ലെന്ന് അച്ഛനും അമ്മയും തറപ്പിച്ച് പറഞ്ഞു. അത്രയ്ക്ക് നാണക്കേടാണ് ഞാൻ ഉണ്ടാക്കിയത്. നാട്ടിലും വീട്ടിലും എനിക്ക് നല്ല പേരുദോഷമുള്ളത് കൊണ്ട് PGക്ക് പോയപ്പോൾ ഞാൻ അടങ്ങിയിരുന്നു. കോളേജിലാണെങ്കിലും എൻ്റെ കഥകൾ മറ്റുള്ളവർ പറഞ്ഞ് ഫ്ലാഷാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു. ഞാൻ അതൊന്നും വകവയ്ക്കാതെ അവിടെ അധികം ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാതെ വീട്ടുകാർക്ക് തലവേദന ഉണ്ടാകാതെ എല്ലാം നിയന്ത്രിച്ച് ജീവിച്ചു. എൻ്റെ പേരുദോഷം പതുക്കെ മാറിപ്പോകും എന്നാണ് അമ്മ പറഞ്ഞത്. കുറേക്കാലം കഴിയുമ്പോൾ നാട്ടുകാർ കഥകളൊക്കെ മറക്കുമെന്നും ദൂരെ എവിടെങ്കിലുമുള്ള ഒരു ചെക്കനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാം, അവിടെ പോയി അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നു. ഞാനും മനസ്സുകൊണ്ട് ഇത്രയും നാളും കാണിച്ചത് തെറ്റായിപ്പോയി. ഒന്നിലധികം ആൾക്കാരോട് ഒരേ സമയം പ്രേമം ഉണ്ടാകുന്നത് ശരിയല്ല. എന്നെ നിയന്ത്രിക്കണം എന്ന് വിചാരിച്ച് PG പഠിച്ചു തീർത്തു. സത്യമായി ഞാൻ പറയുകയാണ്, ആ 2 വർഷത്തിൽ ഞാനൊരു കുഴപ്പങ്ങളും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞ് വിവാഹാലോചനകളിലേക്ക് കടന്നപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്ങു നിന്ന് ആര് വന്നാലും എൻ്റെ വീടിൻ്റെ അയലത്തുള്ള പെണ്ണുങ്ങൾ വരെ പിടിച്ചു നിർത്തി പറയുകയാണ്, അവളും തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെക്കാൾ മോശമാണ്, അവളെ കല്യാണം കഴിക്കരുതെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഉടനെ എങ്ങും നടക്കില്ലെന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും വീട്ടുകാർക്കും മനസ്സിലായി. ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം ഒരു രക്ഷയുള്ളൂ, നീ ആരെങ്കിലും പ്രേമിക്കുക, നിൻ്റെ കഥകൾ എല്ലാം അറിഞ്ഞുകൊണ്ട്. ജാതി മതമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, അതങ്ങ് സമ്മതിക്കാമെന്ന്. പക്ഷേ ഞാൻ ഇങ്ങനെ മടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു ജോലിക്ക് പോയി. ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലാണ്. അവിടുത്തെ ഓണറടക്കം എന്നോട് വളരെ അടുത്ത് പെരുമാറി. അവർക്കെല്ലാം എന്നോട് താല്പര്യം തന്നെ. പക്ഷേ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. പതിയെ പതിയാണ് പണ്ടത്തെ എൻ്റെ നൃത്തത്തിൻ്റെ കുഴപ്പങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞത്. എല്ലാവരും എന്നെ ആട്ടക്കാരിയായി മാത്രമാണ് കാണുന്നത്. ഇനിയിപ്പം നല്ലൊരു കുടുംബജീവിതം മോഹിച്ചിട്ട് കാര്യമില്ല, ഒരിക്കലും അത് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയും എൻ്റെ മനസ്സ് കാട് കയറാൻ തുടങ്ങി. പണ്ടത്തെ രീതി തന്നെയാണ് നല്ലത്. എന്തായാലും പേദോഷമായി. ഇനിയിപ്പം റിസ്ക് ഉണ്ടാകാതെ ജീവിതം ആസ്വദിക്കാം. അല്ലാതെ ഒരാളെ കെട്ടി അമ്മയും അച്ഛനും പറഞ്ഞ പോലെ കുടുംബിയായി ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് എനിക്ക് ജാതകത്തിൽ എഴുതിയിട്ടുള്ളതുമല്ല എന്നെനിക്ക് തോന്നി മാഡം. അങ്ങനെ എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി. എങ്കിലും പിന്നെ ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ടൈം പാസിന് വേണ്ടി മാത്രമാകില്ല. എനിക്ക് പ്രയോജനങ്ങൾ ഉണ്ടാക്കണം. എന്തായാലും ഭർത്താവോ കുട്ടികളോ ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ അടിത്തറ അത് പണം കൊണ്ടാണെങ്കിലും നന്നാക്കണം. അതുകൊണ്ട് ഏറ്റവും സുന്ദരിയായിരിക്കണം. അപ്പോൾ വരുന്ന ബന്ധങ്ങൾ ഞാൻ സ്വീകരിക്കും. പക്ഷേ അതിൽ പല നിബന്ധനകളുമുണ്ട്. എനിക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെങ്കിലേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ ടൈം പാസിന് വേണ്ട. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വരവേൽപ്പുകൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അടുത്ത് കൂടിയവരോട് ഞാൻ പച്ചയ്ക്ക് എൻ്റെ കാര്യങ്ങളങ്ങ് പറഞ്ഞു. അവരും പച്ചയ്ക്കല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഓക്കെ, പേരുദോഷമുണ്ട്, എനിക്കിങ്ങനെ ഹിസ്റ്ററിയുമുണ്ട് എന്ന് വെച്ചിട്ട് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഞാനെന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം പ്രയോജനമുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ. അച്ഛനും അമ്മയും ഒന്നും പിന്നീട് എന്നോടൊന്നും ചോദിച്ചില്ല. അവർക്കറിയാം എൻ്റെ കല്യാണം നടക്കില്ലെന്ന്. എങ്കിലും ഞാൻ ഇത്ര ഒരു വഴി തിരഞ്ഞെടുത്തത് അവർ അറിഞ്ഞതുമില്ല. ജോലി ചെയ്യുന്ന തിരക്കിലായിരുന്നു. പിന്നെ സാലറി കിട്ടുന്നത് പോലെ ഞാൻ ക്യാഷൊക്കെ വീട്ടിൽ കൊടുക്കുകയും ചെയ്യും. എന്നാൽ മറുപുറത്ത് ഞാൻ നന്നായി സമ്പാദിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ കൂടി എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാലമായിരുന്നു പിന്നീട്. അതിനിടയ്ക്കാണ് എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു വിവാഹാലോചന വന്നത്. ഒരച്ഛനും അമ്മയും കൂടിയാണ് വന്നത്. അവർക്ക് വലിയ പ്രായമൊന്നുമില്ല. അമ്മായച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ നടനെ പോലെയുണ്ട്. അമ്മായിയമ്മയും സുന്ദരിയാണ്. മകനാണെങ്കിലും സൂപ്പർ സുന്ദരനാണ്. പക്ഷേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ദീർഘകാലത്തെ പരിക്കാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് പെണ്ണ് കിട്ടുന്നില്ല. പക്ഷേ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. എല്ലാം ഒരു പ്രശ്നമാണല്ലോ. പലപ്പോഴും നമ്മളുടെ ന്യൂനതകൾ നമുക്ക് എക്കാലത്തും പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അമ്മായിമ്മയും അമ്മായിപ്പനും കൂടി എന്നോട് വന്ന് പറഞ്ഞു, മോളെ, മോളുടെ കഥകളെല്ലാം എനിക്കറിയാം. മനുഷ്യരല്ലേ, അതിലിപ്പോൾ എന്താണ്? ചില തെറ്റുകുറ്റങ്ങൾ ആർക്കാ പറ്റാത്തത്? എൻ്റെ മകനും ഈ പറഞ്ഞതുപോലെ കുറവുകളുണ്ട്. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നവുമല്ല.
ഞങ്ങളുടെ മകന് നല്ലൊരു ജീവിതം, മോളും നല്ലൊരു വിവാഹ ജീവിതത്തിന് കൊതിക്കുന്നുണ്ട് എന്നറിയാം. തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും എല്ലാവരും തെറ്റുകാരായിരിക്കുന്നില്ലല്ലോ എന്ന് എന്നെ തലോടിക്കൊണ്ട് അമ്മായിമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ഹോപ്പ് വന്നു. എനിക്ക് എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം, അതിനുള്ള വഴിയാണിത്. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ഇരട്ടി സന്തോഷമാണ്. ഇങ്ങനൊരു ആലോചന ഇപ്പോഴെങ്കിലും വന്നല്ലോ. ചെക്കനാണെങ്കിൽ ഒരു നല്ല ഷോപ്പുമുണ്ട്. ആ ഷോപ്പൊക്കെ ഞാൻ നടത്തണമെന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹം ജസ്റ്റ് മേൽനോട്ടത്തിന് വന്നിരിക്കും. പിന്നെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് തലവേദന ഉണ്ടാകാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലതാനും. അങ്ങനെ ഞാൻ ഓർത്തു, ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു പരിസമാപ്തി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം 3 മാസത്തിനുള്ളിൽ നടന്നു മാഡം. ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തി. അമ്മായച്ചനും അമ്മായിമ്മയ്ക്കും എന്നോട് എൻ്റെ അമ്മയും അച്ഛനേക്കാൾ സ്നേഹമാണ്. എല്ലാ ദിവസങ്ങളിലും അവരെനിക്ക് സപ്പോർട്ട് തന്നു. ആദ്യം എന്നോട് കാർ ഓടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചു. പിന്നെ ഹസ്ബൻഡ് സ്ഥാപനം, അത് ഞാൻ നോക്കി നടത്താൻ തുടങ്ങി. 1-2 സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഒരു ബിൽഡിങ്ങിലാണ്. എല്ലാം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അമ്മായിച്ചിന് വേറെ ബിസിനസ്സൊക്കെ ഉണ്ട്, അത് അദ്ദേഹം നോക്കിക്കോളും. പണമൊക്കെ എനിക്കിഷ്ടം പോലെ വരാൻ തുടങ്ങി. എൻ്റെ അക്കൗണ്ടിലും ധാരാളം കാശുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പൂർവ്വ പ്രവൃത്തി കൊണ്ടുള്ള പണം കൊണ്ടാണ് എൻ്റെ കല്യാണം നടന്നത്. 5 പൈസ പോലും വീട്ടുകാർ ചിലവാക്കിയില്ല. എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്നറിഞ്ഞ് അമ്മയും അച്ഛനുമൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ പേരുദോഷം കേൾപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും അവരാരും മിണ്ടിയില്ല. എങ്ങനെയെങ്കിലും അവരുടെ തലവേദന ഒഴിഞ്ഞ് ഞാനങ്ങ് പോയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ഞാൻ ജീവിക്കുന്നത് കണ്ട് അവർ സന്തോഷത്തിലായി. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് അതിലൊന്നും ഒരു കാര്യമുണ്ടായിരുന്നില്ല മാഡം. ഹസ്ബൻഡിന് കാലിന് പ്രശ്നങ്ങളുണ്ട്, അത് മാഡത്തിന് അറിയാമല്ലോ. അപ്പം മാഡം ചോദിക്കും, പെണ്ണേ കാലിനല്ലേ പ്രശ്നം, അല്ലാതെ വേറൊന്നിനുമല്ലോ എന്ന്. പക്ഷേ സർവ്വതും പ്രശ്നങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ആക്സിഡൻറ്റ് അദ്ദേഹത്തെ പല രീതിയിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം പ്രശ്നങ്ങൾ തന്നെ. കാര്യങ്ങൾ ഒന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദയനീയമായ ഭർത്താവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പല കുളങ്ങളിൽ കുളിച്ച് വന്ന കിളിയായി ഞാൻ ആശ്വസിപ്പിച്ചു. സാരമില്ല, എല്ലാം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഭർത്താവ് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്മതിച്ചു. എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ല. എനിക്ക് കാലിൽ മാത്രമുള്ള പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചുള്ളൂ. പക്ഷേ എനിക്കാകെ കൂടി എല്ലാം പോയി മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അതൊന്നും സാരമില്ല, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കടമ്പകൾ ഞാൻ കടന്നു വന്നവളാണ്. സ്നേഹവും ആവേശവും ആവേശത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചു. എന്നാലും നിങ്ങൾ എന്നോട് നല്ല സ്നേഹമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് മനസ്സ് ഞാൻ പൂർവ്വസ്ഥിതിയിലാക്കി. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പിന്നീട് ഒരിക്കലും ഈ കാര്യങ്ങൾ ഓർത്ത് ഒട്ടും വിഷമിച്ചിട്ടില്ല. ഞാനും വിഷമിച്ചിട്ടില്ല. പിന്നെ ഭർത്താവിനോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു റെസ്റ്റ് അവസ്ഥയിലായിരുന്നു. എനിക്ക് ഒന്നുമില്ല. ഇടയ്ക്കൊക്കെ പിന്നെ ഭർത്താവിനെ ഞാനൊന്ന് സഹായിക്കും, അദ്ദേഹവും എന്നെ സഹായിക്കും. എന്നാലും അതൊന്നും എന്നെപ്പോലെ ഒരാൾക്ക് ഒരു ചലനങ്ങളും ഉണ്ടാക്കാൻ പറ്റിയില്ല. കടലിൽ കല്ലിട്ടതുപോലെയായിരുന്നു കാര്യങ്ങൾ. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം സീരിയസ് ആയിട്ട്, അമ്മായിമ്മയല്ല കേട്ടോ, അമ്മായിപ്പനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ ഒരു യാത്ര പോവുകയാണ്, ബിസിനസ് ആവശ്യങ്ങൾക്കാണ്. അപ്പോൾ അമ്മായിപ്പൻ ഈ വിഷയം എടുത്തിട്ടു. മോളെ, ഞാനൊരു കാര്യം ചോദിക്കുന്നതിൽ നീ ഒട്ടും വിഷമിക്കരുത്. ഇല്ല അച്ഛാ, തുറന്നു ചോദിച്ചോ എന്ന് പറഞ്ഞു. മോളുടെ കാര്യം എനിക്കറിയാം. കോളേജിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവം, പിന്നെ ഡോക്ടർ അതൊഴിവാക്കിയ സംഭവം, അതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അതെ, എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കുട്ടികൾ വേണ്ടതാണോ? അതോ മോളെ നിനക്ക് അന്ന് ഒഴിവാക്കിയത് കൊണ്ട് ശാരീരികമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് 1 വർഷമായിട്ടും നിങ്ങൾക്ക് ഒരു ഉണർവും കാര്യങ്ങളും ഇല്ലാത്തത്? അടുത്ത തലമുറയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അമ്മായിച്ചൻ സ്നേഹവാനാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കൊടുക്കേണ്ടി വരും, അത് ഉറപ്പാണ്. ഞാനിങ്ങനെ ആലോചിച്ചു. അമ്മായി ചോദിച്ചു, എന്താ മോളെ നിനക്ക് ഉത്തരമില്ലേന്ന്? ഞാൻ പറഞ്ഞു, ഉത്തരങ്ങളുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ ഇത്തിരി സമയം വേണം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓർത്തു, എനിക്ക് ആദ്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, അത് സോൾവായി. അത് കഴിഞ്ഞ ശേഷം ഞാൻ അടങ്ങിയിരുന്നു ഒരു വിവാഹത്തിന് വേണ്ടി, അത് നടന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ പല
കുന്നുകളും പർവ്വതങ്ങളും മലകളും കയറി ഇറങ്ങി. പക്ഷേ അപ്പോഴൊക്കെ ഇനിയൊരു അബദ്ധം പറ്റരുത് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചിന്തിച്ചത് കൊണ്ട് എനിക്കൊരു അബദ്ധവും പറ്റിയില്ല. പക്ഷേ ഇതിനിടയ്ക്ക് അബദ്ധം പറ്റാവുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അബദ്ധം പറ്റിയില്ല. ഇനിയിപ്പോൾ എനിക്ക് വല്ല കുഴപ്പവുമുണ്ടോ എന്നൊരു ചിന്ത മനസ്സിൽ കൂടി പോയി. പക്ഷേ ഇവിടെ ഇപ്പോൾ അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവിൻ്റെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അദ്ദേഹത്തിന് അറിയില്ലല്ലോ, അതുതന്നെ ആദ്യം പറയാം എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു. അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല മകൻ്റെ അവസ്ഥ. അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നോട് ആദ്യ ദിവസം തന്നെ എല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാത്ത അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. എൻ്റെ ഭർത്താവിന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ കൂടെ നിൽക്കണ്ടേ അച്ഛാ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളത് എല്ലാം ലിമിറ്റഡാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് കേട്ടതും അമ്മായിച്ചൻ വല്ലാതെയായി. എൻ്റെ പൊന്നുമോളെ, ഞാനത് ഒട്ടും അറിഞ്ഞില്ല. അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. അന്നത്തെ കാലത്ത് ഞാൻ ചോദിച്ചതാണ്, എടാ ഒരു കല്യാണം ആലോചിക്കുന്നു, നിനക്ക് കാലിന് മാത്രമേ പ്രശ്നമുള്ളൂ, ആക്സിഡൻറ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചതാണ്. അവൻ പറഞ്ഞത് എല്ലാം ഓക്കെ ആണെന്നാണ് മോളെ, എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു. അവനൊരു കള്ളനാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു. ഞാനപ്പോൾ അച്ഛനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതം ഓൾറെഡി നശിച്ചതല്ലേ അച്ഛാ, ഇനി എന്ത് നശിക്കാനാണ്? അപ്പാച്ചൻ പറഞ്ഞു, അത് സാരമില്ല, ഏതൊരു മനുഷ്യർക്കും ചെറിയ പ്രായത്തിൽ പറ്റാവുന്നൊരു തെറ്റ്. അതുപോലാണോ ഇത്? ഒന്നിച്ച് ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ സഹിക്കണ്ടേ? ഞങ്ങളോട് അവനൊന്നും പറഞ്ഞില്ല, സോറി മോളെ, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മായച്ചൻ വഴിയിലുടനീളം അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല, മറക്കാമെന്ന്. പക്ഷെ പുള്ളി മറന്നില്ല. വീട്ടിൽ വന്ന് അമ്മായിമ്മയോടും എൻ്റെ ഭർത്താവിനോടും ഒക്കെ പറഞ്ഞ് അത് വലിയൊരു ചർച്ചാ വിഷയമാക്കി. അമ്മായപ്പനും അമ്മായിമ്മയും ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൂട്ടത്തിലാണ് നിന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ഭർത്താവിനെ എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാനിപ്പം എൻ്റെ ഭർത്താവിനെ ന്യായീകരിച്ച് സംസാരിച്ചു. ഭർത്താവിനോട് പറഞ്ഞു, നീ എന്തിനാണ് പറയാൻ പോയെന്ന്. ഞാൻ പറഞ്ഞു, എന്നാലും ഇതൊക്കെ അറിയേണ്ടതല്ലേന്ന്. അമ്മായിച്ചനും അമ്മായിമ്മയും അടങ്ങിയിരുന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. എൻ്റെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെല്ലാം ഓക്കെയാണ്. ഭർത്താവിൻ്റെ കാര്യത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ പിന്നെയും നീണ്ടു കിടക്കുന്നു. പെട്ടെന്ന് ആശാവഹമായ പുരോഗതി ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. ഇതിനായൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഫിസിയോതെറാപ്പിയും മറ്റ് മരുന്നുകളുമൊക്കെ നിർദ്ദേശിച്ചു. അത് ഞാൻ ഭർത്താവിനെ സ്ഥിരമായി കൊണ്ടുപോയിട്ട് വന്നു. പുള്ളിക്ക് അതിലൊന്നും പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞ് സാരമില്ല, പ്രതീക്ഷയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോകില്ലെന്ന് വാക്ക് കൊടുത്തു. ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ഭർത്താവ് അവിടെ ഇല്ലാത്ത സമയത്ത് അമ്മായപ്പനും അമ്മായമ്മയും കൂടെ എൻ്റെ അടുത്തിരുന്നിട്ടും, എൻ്റെ മോളെ, ആ ചികിത്സയൊക്കെ ഇനി ഫലിക്കുമെന്നറിയില്ല, എൻ്റെ മകൻ നിന്നോട് ചെയ്ത ചതിയാണ്, എന്ത് ചെയ്യും, നമുക്കിനി അടുത്തൊരു തലമുറ ഉണ്ടാകില്ലേ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് പറയും. ഒരു വട്ടം എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത തലമുറ ഉണ്ടാകുമോ? അതൊന്നും നടക്കില്ല, കുട്ടികളിൽ വെച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അമ്മായിമ്മ ചൂടായി, അത് പറ്റില്ല, ഇവിടെ അടുത്ത തലമുറ വേണം. ഞാൻ പറഞ്ഞു, അത് ഡോക്ടർമാരോട് പറഞ്ഞാൽ മതി, ഡോക്ടർമാർ കൃത്രിമമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ശരിയാക്കി തരുമെന്ന്. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, എന്തായാലും മോളെ, നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾ സ്വീകരിച്ചതും. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ മുടക്കാനൊന്നും പറ്റില്ല, ഓൾറെഡി ചികിത്സ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ശരി, ആ ചികിത്സ സക്സസ് ആകുവാണെങ്കിൽ അന്നേരം നോക്കാവുന്നു. മോളെ, എടി, നീ ഇങ്ങനെ വലിയ കഴമ്പിടുത്തമൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇവിടെയാണെങ്കിൽ അച്ഛൻ ഒത്തിരി നാളായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അമ്മ എന്താ പറയുന്നത്? എടി, 5-6 വർഷമായിട്ട് ഇങ്ങേര് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കാണെങ്കിൽ ചെക്കനെക്കാട്ടിൽ വയ്യാഴികയാണ്. എനിക്ക് വയ്യ, ഞാനിതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തെന്ന് 5 വർഷം മുമ്പേ പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും ഇങ്ങേരില്ലേ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാടോ മേടോ ഒക്കെ കയറി ഇങ്ങ് പോവും, എന്നെ ശല്യപ്പെടുത്തരുതെന്ന്. അമ്മ അങ്ങനെ പറയരുത്. അമ്മ എല്ലാ കാര്യങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോകുന്നതല്ലേ. അപ്പോൾ അമ്മയുടെ ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അമ്മ സ്വന്തം ഭർത്താവിനെ എപ്പോഴും പരിഗണിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വാ, കൗൺസിലിംഗ് ഒക്കെ നടത്തി അമ്മയുടെ മനസ്സ് ശരിയാക്കാമെന്നും. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് മനസ്സില്ല, മനസ്സ് മാത്രമൊന്നുമല്ല, പ്രായത്തിൻ്റെതായ ദേഹപ്രശ്നങ്ങളുമുണ്ട്, അതൊന്നും ശരിയാക്കാൻ നീ പറയുന്ന ഡോക്ടറെ കൊണ്ട് പറ്റില്ല. അതൊക്കെ അങ്ങനെയാണ്, നിർത്തേണ്ട സമയമാകുമ്പോൾ നിർത്തണം, അങ്ങനൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞപ്പോഴേക്കും അതങ്ങനെയാണ്. എന്തായാലും അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛൻ ഇനിയും നല്ല രീതിയിൽ വർഷങ്ങളോളം മികച്ചു നിൽക്കുമെന്നാണ് എനിക്ക്
തോന്നുന്നത്. അത്ര വരെ എന്തായാലും എനിക്ക് പറ്റില്ല മോളെ. റിട്ടയർ ആകാനുള്ള മെൻറ്റാലിറ്റിയാണ് എനിക്ക്. ഞാനിപ്പോൾ ഓർക്കുന്നത്, നീ ഇവിടെ ഉണ്ടല്ലോ, നിനക്കാണെങ്കിൽ പണ്ടേ നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് കഥകളിൽ കൂടി മനസ്സിലായതാണ്. നീ എന്തിനാ മോളെ വെറുതെ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്? അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. രണ്ടും സമാസമം ചേരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അങ്ങില്ലാതാകും. അമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? അച്ഛൻ്റെ മുഖം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ മിണ്ടുന്നില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് കൗതുകപൂർവ്വം രസിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അമ്മ എന്നോട് പറഞ്ഞു, എടി എനിക്കൊരു കംപ്ലൈൻറ്റുമില്ല. ഇത് നിനക്ക് വേണ്ടി ഈ സ്ലോട്ട് ഞാൻ അങ്ങ് വെച്ച് തരികയാണ്. നീ പിന്നെ ഇഷ്ടം പോലെ പ്രവർത്തിക്കൂ. എന്തിനാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾക്കിടയിൽ വലിയ വലിയ സദാചാരം പറച്ചിൽ? എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല, അച്ഛനും കംപ്ലൈൻ്റ് ഇല്ല, നിനക്കും സത്യം പറഞ്ഞാൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഒരു മോഹിനിയാണ്, മോഹവതിയാണെന്ന് എനിക്കറിയാം മോളെ. അതുകൊണ്ട് മോള് ഇതിൽ നോ പറയരുത്. നോ പറഞ്ഞാൽ നിനക്ക് തന്നെ പ്രശ്നം. നിൻ്റെ ഭർത്താവ് എന്ന് ശരിയാകുമെന്നറിയില്ല. അത് മാത്രമല്ല മോളെ, എന്ന് നീ അന്ത്യത്തിരി സ്വയം അങ്ങോട്ട് കൊളുത്തിക്കഴിഞ്ഞാൽ ഇത്തിരി പ്രകാശമല്ലേ ഉള്ളൂ. 100 വാട്ടിൻ്റെ ബൾബുമായിട്ട് വേറൊരാൾ വന്ന് കത്തിച്ചാൽ എന്താ മോളെ പ്രശ്നം? നല്ല പ്രകാശമുണ്ടാകുന്നത് നല്ലതല്ലേ? അച്ഛൻ ദേ നോക്കിക്കേ, പ്രകാശം മറ്റുള്ളവർക്ക് വിതരണം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ അനുവാദം ഇല്ലാത്തത് കൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനായിട്ട് അനുവാദം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ കുടുംബം തന്നെ സ്പ്ലിറ്റായി പോകും. അതുകൊണ്ട് ഞാൻ ആശീർവദിച്ച് വിടുന്നു. ഒരു പ്രശ്നവുമില്ല, ഞാനങ്ങ് കണ്ണടയ്ക്കും. പക്ഷേ ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവല്ലേ, അവനൊന്നും പ്രശ്നമില്ല. അവൻ ഇതിനേക്കാൾ വലിയ കള്ളത്തരം ഞങ്ങളോട് കാണിച്ചിട്ടുള്ളവരാണ്. അവൻ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല. നീ നിന്റെ കാര്യം നോക്ക് കൊച്ചേ. ഞാൻ പറഞ്ഞു, ഇനി ഈ വിഷയം ഞാൻ സംസാരിക്കില്ല. വേണമെങ്കിൽ നീ ഇറങ്ങിത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മ അനുവാദം തന്നിട്ട് ഇറങ്ങിപ്പോയി. അമ്മായിച്ചൻ എൻ്റെ മുഖത്ത് നോക്കി കുസൃതിയോടുകൂടി ചിരിച്ചു. അച്ഛനായിരിക്കും ഈ ഐഡിയ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, ഐഡിയ എന്തായാലും ഫലപ്രാപ്തി ഉണ്ടായാൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ രഹസ്യം എൻ്റെ ഭർത്താവിനോട് അവർ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയണം തോന്നി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഭർത്താവിനോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പുള്ളിക്ക് യാതൊരു വിധത്തിലുള്ള ഭാവമാറ്റങ്ങളുമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അച്ഛൻ എന്നെ ഒത്തിരി കാര്യങ്ങളിൽ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് എന്നെ എപ്പോഴും നോക്കുന്നതും രക്ഷിക്കുന്നതും അദ്ദേഹമാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ നമുക്ക് എല്ലാം നോർമലായി കരുതാം മോളെ. എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് പഴയ മെൻറ്റാലിറ്റി അങ്ങ് പുറത്ത് വന്നു. എൻ്റെ പഴയ കഥകളൊക്കെ ഞാൻ അമ്മായിച്ചനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരുമായി മാത്രം ഇത് ഒതുക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ മരച്ചില്ലകളില്ലേ മോളെ, എല്ലായിടത്തും ഊഞ്ഞാൽ കെട്ടിയാടാം. നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഒത്തിരി ഇൻകം ഉണ്ടാകാനും അത് ഉപകാരപ്പെടും. ആദ്യം ഫലപ്രാപ്തി ശ്രദ്ധിച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ബിസിനസ് വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങൾ വളരെയധികം ആഹ്ലാദത്തിലാണ്. എനിക്ക് എൻ്റെ കുറവുകളെല്ലാം നികത്തി തന്നത് അമ്മായിച്ചനാണ്. അദ്ദേഹം എനിക്ക് നല്ലൊരു തുണയും നല്ലൊരു സ്നേഹിതനുമായി. പിന്നെ എനിക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന പഴയകാല എൻ്റെ സ്വപ്നത്തിലുള്ള സുന്ദരന്മാരെക്കാളൊക്കെ എത്രയോ നല്ല ആളുകളെ മീറ്റ് ചെയ്യാൻ അദ്ദേഹം എന്നെ സഹായിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ ജീവിതം കുളമാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ഫലം ഇപ്പോൾ കിട്ടുകയും ചെയ്തു. കാരണം ആരെന്ന് എനിക്കും അറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ റെസ്റ്റിലായത് കൊണ്ടാണ് എൻ്റെ ജീവിതകഥ മാഡത്തിന് ഞാൻ എഴുതി അയച്ചത്. വായിക്കുമോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വായിക്കാം. പക്ഷേ ഇതിൽ മോറലൊന്നുമില്ല, അനുകരിക്കാവുന്നൊരു കഥയുമല്ല. പക്ഷേ നമുക്ക് വായിക്കാൻ ഒരു കണ്ടൻറ്റ്, അതുകൊണ്ട് വായിച്ചൊന്നുള്ളൂ കേട്ടോ.